ഹലോ സാറേ, ഞാൻ നമ്മൾ ഡിസൈൻ ചെയ്തത് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സാറ്, ഈ കൗണ്ടർ ഞാൻ സാറിനോട് ചോദിക്കാതെ ഇട്ട ഒരു സാധനമാണ്. ഈ കൗണ്ടറിനകത്ത് ഞാൻ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഡൈനിങ് ഹാളിനകത്ത് ഇരുന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ഡ്രോയറോ അല്ലെങ്കിൽ ഈ കിച്ചൻ്റെ അകമോ ഒന്നും കാണത്തില്ല. അപ്പം അതൊന്ന് ഒരു വ്യൂ തടസ്സപ്പെട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രൈവസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾ വ്യൂ പുറത്തിരിക്കുന്ന ഒരാൾക്ക് കിട്ടത്തില്ല. രണ്ടാമത്, പാചകം ചെയ്യുന്ന സാധനം ഒന്ന് ഇറക്കി വെക്കാനോ അല്ലെങ്കിൽ ഇത് എടുത്ത് സെർവ് ചെയ്യാനോ, ചെയ്ത സാധനങ്ങൾ ഇതിനകത്ത് ഇവിടെ വെച്ചിട്ട് സെർവ് ചെയ്യാനോ, ഡൈനിങ് ഹാളിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വെക്കാനോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് അവിടെ വെച്ചത്. അത് സാർ ഇപ്പം ഇത് റൈറ്റിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ റൈറ്റിൽ കൊണ്ടുപോയാൽ ഇത് ഓപ്പൺ ആവും. ഈ സിലിണ്ടർ ഇതുമാതിരിയുള്ള അകത്തിരിക്കുന്ന കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിപ്പോൾ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ ഇനി സൗത്ത് വോള്, ഇതാണ് സൗത്ത് വോള് ഞാൻ ജസ്റ്റ് ഒന്ന് ഓരോ യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു പാൻട്രി യൂണിറ്റ് ആണ്, ടോൾ യൂണിറ്റ് എന്ന് പറയും. ഇതിനകത്ത് ചുമ്മാ ഷെൽഫ് മാത്രമാണ്. ഇതിനകത്ത് എന്നാ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, സ്റ്റോർ റൂം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റോർ റൂമിനകത്ത് വെക്കാവുന്ന സാധനങ്ങൾ ഇതിനകത്ത് വെക്കുന്നത്, ഒരു 5 കിലോ ഒരു 2 കിലോ ഉള്ള പാക്കറ്റുകൾ ഇതുമാതിരിയുള്ളതെല്ലാം ഇതിനകത്ത് വെക്കാവുന്ന രീതിയിലാണ് ഈ പാൻട്രി യൂണിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 18 ഇഞ്ച് ഇതിൻ്റെ എല്ലാം വീതി ഞാൻ നമ്മുടെ ആ ഡ്രോയിങ്ങിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഫ്ലോർ യൂണിറ്റ് 1, 2, 3 ഡ്രോയർ, 3 ഡോറുള്ള ഫ്ലോർ യൂണിറ്റ്. ഇത് സ്റ്റോറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റോറേജ് കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ യൂണിറ്റ് ഉണ്ട്. സിലിണ്ടറിൻ്റെ യൂണിറ്റിലോട്ട് ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ഇപ്പറേ ഡ്രോയറിൻ്റെ യൂണിറ്റ്, 2 മേളിൽ കട്ട്ലറികൾ വെക്കാവുന്ന നൈഫ് അതുമാതിരിയുള്ള സാധനങ്ങൾ, സ്പൂണ്, ഫോർക്ക് ഇതെല്ലാം വെക്കാൻ വേണ്ടി 2 കട്ട്ലറിയും, അതേപോലെ തന്നെ താഴെ കപ്പ്, പ്ലേറ്റ് ഇതുമാതിരി വെക്കാൻ വേണ്ടി ഉള്ള ഡ്രോയർ. പിന്നെ ഇത് 2D പുള്ളൗട്ട് എന്ന് പറയും. എണ്ണ അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വെക്കാവുന്ന ഒരു ബോട്ടിലായിട്ടുള്ള സാധനങ്ങൾ, എണ്ണ അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ്. ഈ സിങ്കിൻ്റെ യൂണിറ്റ് ആണ് ഈ യൂണിറ്റ്. സിങ്കിൻ്റെ യൂണിറ്റ് കുറച്ച് റൈറ്റിലോട്ട് മാറിയോ എന്നൊരു സംശയമുണ്ട്. കാരണം ഞാൻ ആ ഇൻലെറ്റിൻ്റെ ഇത് കറക്റ്റായിട്ട് മാർക്ക് എനിക്ക് കിട്ടി, ഞാൻ ഒന്ന് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഈ സിങ്ക് കുറച്ച് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് വരുവാണെങ്കിൽ അതിനനുസരിച്ച് ഈ 2D പുള്ളൗട്ട് ഈ സൈഡിലോട്ട് വരും. ഇപ്പം 2D പുള്ളൗട്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ 2 ഡ്രോയർ പുള്ളൗട്ട്, എണ്ണ ഇതുമാരുള്ളത്, അത് ഇങ്ങോട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വരും. പിന്നെ 2 ഡ്രോയറിൻ്റെ യൂണിറ്റ്. ഈ ഡ്രോയറിൻ്റെ യൂണിറ്റ് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ചെറിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ മാക്സിമം അതിനകത്ത് സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയാണ് ഡ്രോയർ ഇട്ടത്. ഡ്രോയർ വരുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ ബെൻഡ് ചെയ്ത് അകത്തോട്ട് എടുക്കണം എന്ന് വരത്തില്ല. ഈ വിക്കർ ബാസ്ക്കറ്റ് എന്തുകൊണ്ടാണ് താഴെ ഇട്ടെന്ന് പറഞ്ഞാൽ, വിക്കർ ബാസ്ക്കറ്റ് ശരിക്കും ഒരു സ്റ്റോറേജ് മൊഡ്യൂളാണ്. വിക്കർ ബാസ്ക്കറ്റിനകത്ത് നമ്മൾ പീൽ ചെയ്യാത്ത ഓണിയന്, കിഴങ്ങ്, അതേപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളാണ് മെയിനായിട്ട് അതിനകത്ത് വെക്കുന്നത്. അതിന് കൂടുതൽ വായുസഞ്ചാരം വേണം. അപ്പം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പം വിക്കർ ബാസ്ക്കറ്റിനകത്ത് ഇരുന്ന് ഉടനെ പോയി എടുത്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വിക്കർ ബാസ്ക്കറ്റ് നമുക്ക് ഇവിടുന്ന് വേറെ എവിടെ കൊണ്ടുപോയാലും ഈ ഏരിയ പിന്നെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചുമ്മാ ജസ്റ്റ് ഒരു സ്റ്റോറേജ് ആണ്, നടുക്കൊരു ഷെൽഫ്, ഒരു ഡോർ. അപ്പം അതിന് പകരം ഈ പച്ചക്കറി, ഈ കിഴങ്ങ്, സവോളയ്ക്കൊക്കെ വായുസഞ്ചാരമൊക്കെ വേണ്ടത് കാരണം കൊണ്ടും ഇത് അതിൻ്റെ താഴെ അത്രയും സ്പേസേ ഉള്ളത് കൊണ്ട് ഈ വിക്കർ ബാസ്ക്കറ്റ് ഇവിടെ ഉൾക്കൊള്ളിച്ചാൽ ഇതൊരു ഓപ്പൺ എയറും കിട്ടും, അതേപോലെ ജനലിൻ്റെ അടുത്തും ആയിരിക്കും. ആ ഏരിയ നമുക്ക് യൂസേജും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവിടെ ഇട്ടത്. പിന്നെ ഇവിടെ നമ്മൾ സിലിണ്ടറിൻ്റെ യൂണിറ്റ് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഈ സിലിണ്ടർ യൂണിറ്റ് ഡോർ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അകത്തോട്ട് 2 സിലിണ്ടർ വെക്കാനും ഇവിടുന്ന് മേളിലൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ മേളിലോട്ട് കൊണ്ടുവരാനും എല്ലാം നമുക്ക് സൗകര്യപ്രദമായിരിക്കും. അപ്പോൾ ഈ ഗ്യാസ് കുറ്റി ഇതുമാതിരിയുള്ളതൊന്നും നമുക്ക് ഈ പോയിന്റിൽ ഇരുന്ന് കാണുകയും കൂടെ ചെയ്യാൻ. ഇതുണ്ട്, ഇതുപോലെ കാണത്തുമില്ല. ഇതിപ്പോൾ നേരെയുള്ള വ്യൂ ആണെങ്കിൽ കാണത്തുമില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിനകത്തുള്ളത് കാണത്തില്ല. അതാണ് അങ്ങനെ ഒരു ഡിസൈനിലോട്ട് വരാനുള്ള മെയിൻ കാരണം. ആ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ഈ പല മൾട്ടിപ്പിൾ പർപ്പസ് ആ കൗണ്ടർ ടോപ്പ് ഫുൾഫിൽ ചെയ്യുന്ന കാരണമാണ്. നോർത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നോർത്തിലോട്ട് ഈ നമ്മുടെ ആ വാൽവ് ഒക്കെ കാണാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഷട്ടർ. ഇതൊരു മോപ്പ് യൂണിറ്റാണ്. നമ്മൾ ഈ ബ്രൂമ്, നമ്മുടെ
തുടയ്ക്കുന്ന സാധനം, അതേപോലെ തന്നെ വാരുന്ന സാധനം, ഇതെല്ലാം ഇതിനകത്ത് കൊണ്ട് വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പുതിയൊരു സ്റ്റൈലാണ് ഈ മോപ്പ് യൂണിറ്റ് എന്ന് പറയും. വാഷിംഗ് മെഷീൻ്റെ സൈഡിലെല്ലാം കൊണ്ട് അതുമാതിരിയുള്ള ക്ലീനിങ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ട് വെക്കുന്നത്. വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ ഓപ്പൺ ഷെൽഫാണ്. അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. വീണ്ടും നമുക്ക് താഴെ സ്പേസ് കിട്ടും. ഓപ്പൺ ഷെൽഫ്, ഡിറ്റർജൻറ്റ് അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വെക്കാനും ക്ലീനിങ് മെറ്റീരിയൽ എല്ലാം വെക്കാനും അവിടെ ഒരു സാധനം. ഇത് കൗണ്ടർ. ഈ കൗണ്ടർ നോർമൽ കൗണ്ടർ. മേളിൽ ഒരു 90 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന 90 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന 3 ഇത് 2 തട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ്. അപ്പം അതൊരു ഇതുപോലെ പ്രയോജനപ്പെടും, സ്റ്റോറേജ് പോലെ പ്രയോജനപ്പെടും. ഇതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിച്ചത്, ഈ ഡിസൈനിലൂടെ ഉദ്ദേശിച്ച കാര്യം. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും സാറ് ചോദിച്ച പോലെ ഇതിന്റെ എത്ര സ്ക്വയർ ഫീറ്റ് വരും. ഇപ്പൊ പറഞ്ഞോ, പാർട്ട് എ, പാർട്ട് ബി, ഇതാണ് പാർട്ട് എ ടോൾ യൂണിറ്റ്. ടോൾ യൂണിറ്റ് പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്. ഇതാണ് എ എന്ന് പറഞ്ഞ യൂണിറ്റ്. എ 18 ഇഞ്ചും 80 ഇഞ്ചും. ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഇതിനകത്ത് കൊട്ടേഷനകത്ത് 18 ഇഞ്ചും അതേപോലെ തന്നെ 80 ഇഞ്ചും. അത് ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ 10 സ്ക്വയർ ഫീറ്റ്. ആ 10 സ്ക്വയർ ഫീറ്റിന്റെ സാധനം 1250, 12500. ബി ഫ്ലോർ യൂണിറ്റ് 55 ഇഞ്ച്. 55 ഇഞ്ച് എന്ന് പറയുമ്പം 55 ഇഞ്ച് ഇത് ഇവിടെ നോക്കിയാൽ ബി നോക്കിയാൽ മതി. ബി എ, സി എ, ഡി എ, ഇ എ. അപ്പൊ ഇത് ഓരോന്നും ഈ കാർക്കസ് അല്ലെങ്കിൽ ഈ മോഡ്യൂൾ ഉണ്ടാക്കുന്നതിന്റെ എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്, അതിന് എത്ര മെറ്റീരിയൽ വരുന്നുണ്ട്, അതിനനുസരിച്ചാണ് ആ ബഡ്ജറ്റ് എടുത്തിരിക്കുന്നത്. അതാണ് ഈ ഫസ്റ്റ് പേജിനകത്ത് സൗത്ത് വോള്, സെക്കൻഡ് പേജിനകത്ത് ഇതുണ്ടോ, ഈ എഫ് എന്ന് പറയുന്നത് ഇതാണ് എഫ്. ഇവിടെ താഴെ സാറിന് കാണാം, ഇതുണ്ടോ ഈസ്റ്റ് വോൾ സെക്ഷൻ. ഇത് ഈസ്റ്റ് വോളിലോട്ടുള്ള ഫേസ് ചെയ്തിരിക്കുന്നതാണ് സെക്ഷന്. കെ എ എല്. പിന്നെ ഈ ഇങ്ങോട്ട് വരുമ്പം ഇത് ഈ കൗണ്ടറിന്റെ ഡീറ്റെയിൽസ്, ഡ്രോയർ, ഓരോ ഡ്രോയർ ഏത് ടൈപ്പാണ്, വിക്കർ ബാസ്ക്കറ്റ്, 2D പുൾ ഔട്ട്, ടാൻഡം ബോക്സ്, 3 ഡ്രോയർ ടാൻഡം ബോക്സ്, കൊട്ടേഷൻ. ഇങ്ങനെ ഓരോ യൂണിറ്റ് ഇതുണ്ടോ, ടോൾ യൂണിറ്റ്, ഫ്ലോർ യൂണിറ്റ്, വോൾ യൂണിറ്റ്, മോപ്പ് യൂണിറ്റ്, പിന്നെ 3 ഡ്രോയർ, ഇങ്ങനെ ഇതിനകത്ത് വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ സാറേ, താങ്ക് യു.